ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റൗണ്ട് ഗെയിമിങ്ങിൽ പുതിയൊരു കളർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഓഷ്യൻ സർവൈവൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിൻ്റെ പാർട്ട് വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഇൻട്രോയിൽ പറഞ്ഞാൽ ഇത് സർവൈവൽ ഗെയിമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന്. ഞാൻ എപ്പോൾ ഈ ഫ്രീ ഫയർ അല്ലാത്ത വീഡിയോസ് ഇടുമ്പോഴും എനിക്ക് അധികം വ്യൂസ് ഒന്നും കയറാറില്ല. ഞാൻ ഇപ്പോൾ ഇനി കുറച്ച് വീഡിയോസിന് ഫ്രീ ഫയർ ഗെയിം അല്ലാതെ വേറെ പുതിയ ഗെയിംസ് ട്രൈ ചെയ്ത് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. പാർട്ട് 2 വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇടും. അപ്പോൾ ഗൈസ്, ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗെയിമാണ്. ഒരു 25 സംതിങ് 19-25 MB മതി ഇത് ഡൗൺലോഡ് ആക്കാൻ. അത്രയ്ക്ക് കുറച്ച് MB ഉള്ള കൊച്ചു ഗെയിമാണ്. അപ്പോൾ ഗൈസ്, ഈ കുറച്ച് ലൂട്ടുകൾ ഇങ്ങോട്ട് ഒഴുകി വരും. ഈ ഗെയിം തന്നെ നമുക്ക് കുറച്ച് ലൂട്ടുകൾ ഒഴുക്കി തരും. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്യണം, സർവൈവ് ചെയ്യണം. അതാണ് നമ്മുടെ പ്ലാൻ. അതാണ് ഈ ഗെയിം. പ്ലാൻ അല്ല, അതാണ് ഈ ഗെയിം. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റോപ്പ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മളാണ് ഒരു കുക്കിംഗ്, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. കുക്കിംഗ് സ്റ്റേഷനോ ഇത് ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓപ്പൺ ആക്കാം, നമുക്ക് ഒത്തിരിയും സാധനങ്ങൾ ഉണ്ടാക്കാം. ഒക്ടോബസ് ഇതിനകത്ത് ഒത്തിരിയും ഷാർക്ക് ഒക്ടോബസ് പിന്നെ ഷാർക്ക് ഒക്ടോബസും നമ്മുടെ ബേസ് തകർക്കാൻ വരും വല്ലപ്പോഴും. അപ്പോൾ ഗൈസ്, അവരെ നമ്മൾ ഡിഫീറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മീറ്റ് കിട്ടും. അപ്പോൾ ആ മീറ്റ് നമ്മളിങ്ങോട്ട് അടിച്ചെടുത്ത് നമുക്ക് കറി വെച്ച് കഴിക്കാം. അതിനാണ് ഇത്. പിന്നെ നമുക്ക് ഫിഷിനെ പിടിച്ചാൽ അതും മീറ്റ് റോ മീറ്റിൻ്റെ മീറ്റാക്കാം, എന്നിട്ട് അതും കഴിക്കാം. അപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടിയാണത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തേക്കാണ് പ്യൂരിഫയർ. ആ പ്യൂരിഫയർ എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഇതിനകത്ത് അതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അത് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും ഗൈസ്. അപ്പം ഞാൻ മാക്സിമം ലൂട്ട് കളക്ട് ചെയ്യുകയാണ്. ഈ ഒരു സാധനമില്ല ഇപ്പം ഞാൻ കളക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ പേരിടുന്നില്ല. സ്ക്രാപ്സ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ കളക്ട് ചെയ്യുന്ന സാധനം, ഇതിൻ്റെ പേര് സ്ക്രാപ്പ്. അപ്പോൾ ഈ സ്ക്രാപ്പ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കപ്പ് ഉണ്ടാക്കാൻ പറ്റും, നോർമൽ കപ്പ്. ആ കപ്പിൽ നിന്ന് നമ്മൾ കടലിലെ വെള്ളം എടുക്കും. കടലിലെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കടലിലെ വെള്ളം പ്യൂരിഫൈ ചെയ്ത് നല്ല വെള്ളമാക്കി എന്നിട്ട് നമുക്ക് കുടിക്കണം. അതാണ് ആദ്യമൊക്കെ ഞാൻ ഈ ഗെയിം കളിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ എപ്പോഴും ചാവുമായിരുന്നു. അപ്പോൾ കേസ് അറിയാൻ ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ ഇപ്പം കണ്ടോ കേസ്, വെള്ളത്തിൽ വീണുമ്പോൾ നമുക്ക് ഒരു ബ്ലൂ സാധനം കുറയുന്നുണ്ടോ, അതാണ് ഓക്സിജൻ ലെവലെന്ന് തോന്നുന്നു. നമുക്ക് വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്ന അത്ര സമയമാണെന്ന് തോന്നുന്നു. അതായിരിക്കുമെന്ന് തോന്നുന്നു ഗൈസ്. അതിൻ്റെ സമയം കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് കുറയും. ഹെൽത്ത് മൊത്തത്തിൽ കുറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മൾ ആദ്യം തൊട്ട് ഗെയിം കളിക്കണം. കയ്യിലെ സാധനങ്ങൾ മൊത്തവും പോവും. അപ്പോൾ ഗൈസ്, ഞാൻ മാക്സിമം ലൂട്ട് കളക്ട് ചെയ്യാണ്. എന്നിട്ട് വേണം നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാൻ. ഇതിലെ പാർട്ട് 2 എനിക്ക് തോന്നുന്നു മാക്സിമം എല്ലാവരും വേണ്ടെന്നായിരിക്കും പറയുന്നത്. ഞാനിവിടെ നെയിൽ ക്രാഫ്റ്റ് ചെയ്യുന്നത് ചെസ്റ്റ് ഉണ്ടാക്കാനാണ്. ഏതായിരുന്നു നമ്മളെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടുള്ള ഗൈസ്, എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സ്പിയർ ഉണ്ടാക്കി. എപ്പോഴെങ്കിലും ഷാർക്ക് വരുവാണെങ്കിൽ നമുക്ക് ഷാർക്കിനെ രക്ഷപ്പെടാൻ വേണ്ടി, ഷാർക്കിനെ അടിച്ച് തൂഫാനാക്കാൻ വേണ്ടി ഒരു സ്പിയർ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ലൂട്ട് എടുക്കുവാണ്. ഓക്കെ, ഷാർക്ക് വരുവാണ്. പക്ഷേ ഇതും കൂടെ ലൂട്ട് നമുക്ക് ഷാർക്കിനെ അടിക്കണോണ്ട് അവൻ വരുവാൻ അടിക്കും, അത്രേ ഉള്ളൂ ഗൈസ്. ഒറ്റ മൈൻഡ്. 3 ബോക്സ് അടുപ്പിച്ചൊക്കെ വരുന്ന ഗൈസ്. ഒരു ട്രഷർ ബോക്സ് ഉണ്ട്. ആ ട്രഷർ ബോക്സിൽ നിന്ന് നമുക്ക് 2 കോയിൻ കിട്ടും. വന്നു അടിക്കുമോ ഇല്ലയോ, വന്ന് നമ്മൾ അടിക്കാൻ ഒരു മൈൻഡില്ലാതെ പോകുന്നുണ്ടോ ഗൈസ്. അവനെ എനിക്ക് തെറ്റിപ്പോയി. ഒരു മൈൻഡില്ലാതെ പോകുന്നുണ്ടോ ഗൈസ്. അവന് പേടിയാ ഗൈസ്, കണ്ടോ, അവന് പേടിയാ.
ഈ ഞാൻ വിചാരിച്ച് ഫൈറ്റ് ചെയ്യാൻ വരും. ഇന്നത്തെ കണ്ടന്റ് ആക്കായിരുന്നു ഏറ്റവും ആദ്യത്തെ, അതും പോച്ച്. അപ്പോൾ ഗൈസ് നമുക്ക് കണ്ടോ, ഞാൻ പറഞ്ഞു ഞാൻ അത് കുക്ക് ചെയ്യാൻ വെച്ച് അത് കുക്കായി. നമുക്കിനി ഫുഡ് കഴിക്കാം. ഗൈസ് ഞാൻ ഇടയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ തൊണ്ട വയ്യ ഗൈസ്, എന്താ പറ്റി പണിയായിരിക്കുവാണ്. അപ്പോൾ ഗൈസ് എന്താണ്, ഞാൻ പിന്നെ കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ച് വാട്ടറും പിന്നെ കൊടുത്ത് വെച്ച് പിന്നെ നമ്മൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ചെസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിനി ഒരു സ്ക്രാപ്പും കൂടെ മതി. അതുകൊണ്ട് ആ സ്ക്രാപ്പ് അവിടെ ഉണ്ട്, നമ്മൾ അതും കൂടെ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഭാഗം നമ്മളൊരു ചെസ്റ്റ് ഉണ്ടാക്കി. ചെസ്റ്റ് നമ്മളിനി ബിൽഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ചെസ്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മാപ്പിൻ്റെ സംഭവം കണ്ടു അവിടെ പോകാം. പിന്നെ താഴത്തെ ബാഗിൽ പോകണം. ബാഗിൽ നമ്മുടെ ചെസ്റ്റ് ഉണ്ടായിരിക്കും, അപ്പോൾ അതെടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ചെസ്റ്റിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമുള്ള നമ്മൾ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അതിനകത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് വെച്ചിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് വെച്ചിട്ട് ആവശ്യമുള്ള സാധനമായിട്ട് മാത്രം പോയാൽ മതി. അപ്പോൾ ഗൈസ് എനിക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാമെന്ന്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ റെക്കോർഡിങ് നന്നായിട്ട് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.